ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ചെന്നൈയിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കിലാണ് കേട്ടോ. കരേഞ്ചർ സെൻറ്റനറി പാർക്കാണ്. ചെന്നൈയിലുള്ള ഗോപാലപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഒരു 3 മണിക്കൊക്കെ ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങിയിട്ടുള്ളത്. ചെന്നൈയിലുള്ള സെമ്മഴി പൂങ്ക എന്ന് പറയുന്ന പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2024 ഈ ഒരു പാർക്ക് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇതുപോലെ ഓൺലൈൻ ബുക്കിംഗ് ആണുള്ളത്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് കൊണ്ടിട്ടുള്ള ഒരു ബുക്കിംഗ് പരിപാടി ഇല്ല കേട്ടോ. ഫുൾ നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. ഫ്രണ്ടിൽ തന്നെ വാട്സാപ്പ് വഴി QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ക്യാഷ് അടയ്ക്കാം. അപ്പോൾ എൻട്രി ഫീസ് വരുന്നത് അഡൾട്ട്സിന് 100 രൂപയും ചിൽഡ്രൻസിന് 50 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. നേരെ കയറി ഫ്രണ്ടിലോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്താണ് ഇവിടുത്തെ സിപ്പ് ലൈൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് 1-2 ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുവാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നേരെ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ടേക്ക് കയറി വരുമ്പോഴത്തേക്കും തന്നെ കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കും. അപ്പോൾ നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും തന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് ഈ ഒരു പ്ലാന്റ് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ പേര് ബെഗർ ബൗൾ പ്ലാന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കായ് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് ഈ പ്ലാന്റിൻ്റെ പേര് കിട്ടിയത്. പിന്നെ നേരെ നമ്മൾ ഉള്ളിലേക്ക് കയറി വരുമ്പോഴത്തേക്കും ഇവിടെ എല്ലാ ബിൽഡിങ്ങൊക്കെ കെട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മിസ്റ്റ് പാത്ത് വേ ആണ്. അപ്പോൾ ഈ മിസ്റ്റ് പാത്ത് വേയിൽ കൂടി നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ പോയപ്പോഴത്തേക്കും അവർ മിസ്റ്റ് ഇട്ടിട്ടുണ്ടായില്ല. പിന്നീടാണ് അവരവിടെ സെറ്റ് ചെയ്യുന്നത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് മാത്രമാണ് അവരവിടെ സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവരവിടെ ഓസിൽ അതൊക്കെ ഫില്ല് ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മിസ്സിൻ്റെ സംഭവം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഫ്രണ്ടിലോട്ടേക്ക് നടന്നപ്പോഴത്തേക്കും ടോയ് ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കുള്ള ചെറിയൊരു ട്രെയിനാണ്. പിന്നെ നമുക്ക് കയറി പോകുമ്പോഴത്തേക്കും ഈ വരുന്ന വഴികളിലെല്ലാം ഇങ്ങനെ സിമൻറ്റിൻ്റെ ഇത് കൊണ്ടിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നടക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അടിപൊളിയാണ്. ഇതൊരു മരത്തിൻ്റെ ഒരു വുഡ് ടെക്സ്ചറിൽ ചെയ്തേക്കുന്ന ഒരു സീറ്റിംഗ് ആണ്. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു തുമ്പിയെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര കൗതുകം തോന്നി. ബട്ടർഫ്ലൈ ആണത്. പിന്നെ ഇത് കണ്ടോ, ഇതാണെങ്കിൽ നമ്മുടെ ഏർമാടം ഇല്ലേ, ആ സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്ക് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ്. ട്രീ ഹൗസ് ആണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമാണ്. ആമിക്കൊക്കെ കയറാനായിട്ട് പറ്റും. 12 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റത്തില്ലേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ട്രെയിനിൻ്റെ സംഭവം ഉള്ളത്. ട്രെയിനിൻ്റെ ഒരു സ്റ്റേഷൻ തുടങ്ങുന്നതിൻ്റെ മേലെ കൂടി സിപ്പ് ലൈൻ ഇങ്ങനെ പോവും. അപ്പോൾ നമ്മൾ സിപ്പ് ലൈനിൽ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ട്രെയിനിൽ ആമിയെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അവരൊരു റൗണ്ട് അടിച്ചിട്ട് നേരെ ഈ ഒരു സ്ഥലത്ത് തന്നെ അവരെ കൊണ്ടുവരും. അപ്പോൾ ഞങ്ങളും ട്രെയിനിൻ്റെ പുറകിൽ ഇങ്ങനെ ആമിയുടെ കൂടെ നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ വന്നപ്പോഴത്തേക്കൊണ്ട് ആൾക്കാർ വന്നതിനനുസരിച്ച് അവരവിടെ മിസ്റ്റിൻ്റെ സംഭവം ഓപ്പൺ ചെയ്തു. അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത്, ഇതിനുള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് എൻട്രി ഫീസ് 100 റുപ്പീസ് നമ്മൾ അടച്ചാലും പിന്നെ ഓരോ ഇതിൽ കയറുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ഫീസ് നമ്മൾ അടയ്ക്കണം കേട്ടോ. പിന്നെ മെയിനായിട്ട് ക്യാഷ് കൊണ്ട് ആരും വരരുത്. പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഫുഡ് ഇവിടെ അലൗഡ് അല്ല. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതൊന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ തന്നെ ഒരു കഫറ്റീരിയൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം. പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവങ്ങളാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ആ സൈഡിൽ കാണുന്നത് ബേർഡ്സ് പാർക്കാണ്. ബേർഡ്സ് പാർക്കിൻ്റെ തൊട്ടപ്പുറത്തേക്ക് തന്നെ ക്യാൻറ്റീനുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് മണി പ്ലാന്റിൻ്റെ ഒരു സംഭവമാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. നമ്മളിപ്പോൾ തിരിച്ച് വരും. ഡെക്കറേറ്റീവ് ആർച്ചാണത്. മണി പ്ലാന്റിൽ വെച്ചിട്ട് ഇങ്ങനെ ആർച്ച് മാതിരി ചെയ്തേക്കുന്നതാണ് കേട്ടോ.
പിന്നെ ആ മിസ്സിൻ്റെ സംഭവം കണ്ടോ, അത് അടിപൊളിയായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആമി ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ പോയിക്കല്ലേ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ആമിയെ വിളിച്ചിട്ട് നേരെ വന്നിട്ട് കഫറ്റീരിയയിൽ കയറിയിട്ട് 2-3 ജ്യൂസ് ഓർഡർ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നിയത് കൂടുതലായിട്ട് ഇവിടുത്തെ ഫുഡ് അത്ര ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. ഫുഡ് എനിക്ക് അത്ര ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല. പാക്കറ്റ് ഫുഡൊക്കെ ആയതുകൊണ്ടായിരിക്കണം. എല്ലാ തരത്തിലുള്ള ആഹാരവും കിട്ടും. റൈസ് വെറൈറ്റീസൊക്കെ ഉണ്ട്, സാമ്പാർ സാദം അങ്ങനെ എല്ലാം ഉണ്ട്, ബ്രിഞ്ചി. ബിരിയാണി ഉണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ, നോൺ വെജ് ബിരിയാണി ഉണ്ടോയെന്ന് അറിയത്തില്ല. ഞങ്ങളിപ്പോൾ തൽക്കാലം ജ്യൂസാണ് മേടിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു മണി പ്ലാന്റിൻ്റെ ആർച്ച്, അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നത്. അടിപൊളി വൈബാണ്. ഇതിനകത്തൂടി ഇങ്ങനെ നടക്കാനായിട്ട് നല്ല രസമാണ്, നല്ല തണലാണ്. ഞങ്ങൾ പോയത് ഉച്ചയ്ക്ക് ശേഷം ആയ കാരണം കൊണ്ട് നല്ല വെയിലായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും മരങ്ങളുള്ളതല്ലേ, അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ല കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇതുവഴി നടക്കുന്ന എല്ലാ പ്ലേസിലും ഇങ്ങനെ സിമൻറ്റിൻ്റെ സംഭവം ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ല. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. നമുക്കിവിടെ വന്ന് വിശ്രമിക്കാനൊക്കെ പറ്റും. കുറച്ച് നേരം ഇവിടെ വന്ന് ഇരുന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാനും എക്സസൈസ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ സൈഡിലൊക്കെ ഒരുപാട് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ CCTV ക്യാമറ ഈ സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മിക്കവാറും ഉള്ള എല്ലാ സ്ഥലത്തും CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പോലീസ് ഇങ്ങനെ റൗണ്ട്സിന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ചെന്നൈയിലുള്ള ഏറ്റവും വലിയ പാർക്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിനാണ് ഇത് ഉദ്ഘാടനം ചെയ്തേക്കുന്നത്. പിന്നെ ഗോപാലപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോർഷനിലാണ് സെമ്മഴി പൂങ്ക എന്ന് പറയുന്ന പാർക്കും സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സെമ്മഴി പൂങ്കയിൽ ഞങ്ങൾ ഒരു ദിവസം പോകുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കയറിയിട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ഫീസ് കൊടുക്കണം. അത് ഇതുപോലെ കൂടുതലായിട്ടും സിനിമ ഷൂട്ടിങ്ങിനും പിന്നെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനും മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് അതുപോലെ ബർത്ത്ഡേ പാർട്ടി അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഇവിടെ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ അഡീഷണൽ ഫീസാണ്. ക്യാമറ യൂസ് ചെയ്യുന്നതിനൊക്കെ സെപ്പറേറ്റ് ഫീസ് കൊടുക്കണം. പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ബട്ടർഫ്ലൈസിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ഉണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ കാണാനൊക്കെ, കാരണം ഫുള്ള് പച്ചപ്പും ഹരിതാവയാണ്. അപ്പോൾ ഈ പാർക്കിൻ്റെ ഒരു പ്രത്യേകത തന്നെ ശുദ്ധമായ വായു ശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഈ ചെന്നൈയിൽ ഇത്രയും പൊല്യൂഷൻ ഉള്ളൊരു സ്ഥലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഒരു സ്ഥലത്ത് ഇത് ചെയ്തേക്കുന്നത് ഒരു ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. പിന്നെ ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് 6.09 ഏക്കർ ലാൻഡിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്തിരിക്കുന്നത്. പിന്നെ അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റിയുടെ പ്രോപ്പർട്ടിയാണിത്, അവിടെയാണിത് സ്ഥിതി ചെയ്യുന്നത്. ഇത് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു പാർക്കാണ്. ഒക്ടോബർ 7, 2024 ഇത് ഓപ്പൺ ആയത്. ഇത് ശരിക്കും ഫെബ്രുവരി തൊട്ട് അതിൻ്റെ പണി ആരംഭിച്ചത് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ മയിൽ വരുമെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കുന്നുണ്ട്. കുറച്ച് ബേർഡ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ പോയപ്പോഴത്തേക്കും മയിലിനെയൊന്നും കണ്ടില്ല. കൊക്കുകൾ ഇഷ്ടംപോലെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നേ കാണാനൊക്കെ. പിന്നെ കുറച്ച് എനിക്ക് തോന്നുന്നത് ഈ ചെടികളും മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് വെറൈറ്റി ബേർഡ്സിനെ കാണാം. തത്തമ്മയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഈ മരങ്ങളിലൊക്കെ തത്തമ്മ ഇങ്ങനെ ചിലയ്ക്കുന്നത് കേൾക്കാം. പിന്നെ നേരെ നമ്മൾ വന്നേക്കുന്നത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു റൈഡിൽ ഞങ്ങൾ കയറിയായിരുന്നു. ഐസ്ക്രീം റൈഡിലാണ് കയറിയത് കേട്ടോ. അപ്പോൾ ഇത് ചിൽഡ്രൻസിൻ്റെ പ്ലേ ഏരിയ ആണ്. ഒരുപാട് റൈഡ്സ് ഒന്നും ഇല്ല കേട്ടോ, വളരെ ചെറുതായിട്ടാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ആണ്. കാരണം നമുക്ക് അഡൾട്ട്സിനും കിഡ്സിനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഓരോ ഇതിലും പൈസ അടിക്കുമ്പോഴത്തേക്കും കുറച്ച് ഒരു നഷ്ടം പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലും കൊള്ളായിരുന്നു കേട്ടോ. ഞാനും ആമിയും കൂടി ഒരു റൈഡിലൊക്കെ കയറി. അവിടെയും വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ GPay ചെയ്യണം. പുറത്ത് ഇതുപോലെ എല്ലായിടത്തും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തേക്കുന്നതാണ്. ഇതെല്ലാം ഓരോ ഫ്രൂട്ട്സിൻ്റെ ഷേപ്പിലാണ് ചെയ്തേക്കുന്നത്. പപ്പായ, ജാക്ക് ഫ്രൂട്ട്, ലെമൺ, ഓറഞ്ച് അങ്ങനത്തെ. ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാനൊക്കെ. അതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ അവിടെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെതാണ് അത് കണ്ടത്. കുറച്ച് വൃത്തി കുറവായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളമൊന്നും എടുത്തിട്ടില്ല കേട്ടോ, അവിടെ നിന്ന് മേടിക്കുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ കുറേ ആൻറ്റിമാർ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് കണ്ടു. പിന്നെ അവിടെ എവിടെയായിട്ട് ഇതിനുള്ളിൽ തന്നെ മാപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കിയ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോഴത്തേക്കും സിപ്പ് ലൈൻ വഴി ആൾക്കാർ പോകുന്നതാണെന്നില്ലേ.
അപ്പോൾ ആ സംഭവമാണ്. ഞങ്ങളതിൽ കയറിയിട്ടില്ല കേട്ടോ. അഡൽസിനും ഇത്ര വയസ്സിന് മേലേട്ടുള്ളവർക്ക് കയറാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. വെയിറ്റും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സിപ്പ് ലൈനിൽ കയറുന്നതിന് നമ്മൾ കയറാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല. പിന്നെ നമ്മൾ നേരെ വന്നേക്കുന്നത് ബേർഡ്സ് പാർക്കിലാണ്. ബേർഡ്സ് പാർക്കിലെന്ന് പറയുന്നത് ഇവിടെയും സെപ്പറേറ്റ് ഫീസ് തന്നെയാണ്. അഡൽസിന് 150 ആണെന്ന് തോന്നുന്നു, കിഡ്സിന് കുറച്ചും കൂടി കുറവാണ് കേട്ടോ. അപ്പം നമുക്ക് 3 പേർക്കും കൂടി ടിക്കറ്റ് എടുത്തു. പിന്നെ ബേർഡ്സിൻ്റെ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പൈസ 500 റുപ്പീസാണ്. അത് കുറച്ച് അധികമായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് കാണാൻ വാച്ചിങ്ങിന് മാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും നമ്മുടെ കാലുകൾ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പർപ്പിൾ കളറിലുള്ളൊരു സൊല്യൂഷൻ അവിടെ തറയിൽ ഇങ്ങനെ കുഴിച്ചിട്ടിട്ടേക്കും. നമ്മളതിൽ നന്നായിട്ട് കാല് കഴുകിയിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട്. ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും കൊണ്ട് ഇഷ്ടം പോലെ ബേർഡ്സാണ് കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ള ബേർഡ്സാണ്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ, കാരണം ബേർഡ്സൊക്കെ നമ്മളിങ്ങനെ കൊത്തുമെന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ഫീഡിങ് ചെയ്യുന്ന ബേർഡ്സൊക്കെ കുറച്ച് അപകടകാരികളാണെന്നാണ് പറഞ്ഞത്. ഫീഡിങ്ങിന് വേണ്ടി നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പം തോന്നിയില്ല. ഞങ്ങൾ പോയത് പെർഫെക്റ്റ് ടൈമാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു ഈവനിങ് 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ എത്തുന്ന രീതിക്കാണ് കേട്ടോ വന്നത്. നല്ല രസമാണ് കേട്ടോ ഇതിനുള്ളിൽ കാണാനൊക്കെ. കുറച്ച് ചേനയുടെ ചെടിയൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബേർഡ്സിനെയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കും ഒരു കൗതുകകരമാണല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനെ പല നിറത്തിലുള്ള ബേർഡ്സിനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾക്കും കാതുകൾക്കും മനസ്സിനും ഒക്കെ ഒരു കുളിർമയേകാറുണ്ടല്ലേ. പിന്നെ കൂടുതലും ലവ് ബേർഡ്സും അതുപോലെ തന്നെ പാരറ്റിൻ്റെ വെറൈറ്റി ബേർഡ്സൊക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നെ കുറേ ബേർഡ്സൊക്കെ ഇങ്ങനെ ആൾക്കാരുടെ ബഹളം കാരണം ഇങ്ങനെ പേടിച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് നമ്മൾ വീക്കെൻഡിൽ വന്ന കാരണം കൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. വെക്കേഷൻ ടൈമിൽ നന്നായിട്ട് തിരക്കായിരിക്കും, വീക്ക് ഡേയ്സിൽ അത്ര തിരക്ക് കാണത്തില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് നേരത്തെ നമ്മൾ വരുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇതിന് ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു ഫീസ് ഇല്ലേ, അത് 3 hours അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വാലിഡിറ്റി കഴിയും. പിന്നെ നമ്മൾ വീണ്ടും ഫ്രണ്ടിൽ പോയിട്ട് എൻട്രി ടിക്കറ്റ് ഫീസ് കെട്ടേണ്ടി വരും. പക്ഷെ നമുക്ക് 3 മണിക്കൂർ കൊണ്ട് തന്നെ അത് കണ്ട് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അതിനുള്ള സംഭവം മാത്രമാണ് ഉള്ളത്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഒന്ന് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബേർഡ്സ് പാർക്കിൻ്റെ ഈ ഒരു സംഭവമാണ്. ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഫീഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട് ബേർഡ്സിന്. അവർ തന്നെ നമുക്കിങ്ങനെ ബേർഡിൻ്റെ ഫുഡ് നമുക്ക് കയ്യിൽ തരും. അത് നമ്മളിങ്ങനെ കയ്യിൽ വെച്ചേക്കുമ്പോഴത്തേക്ക് ഇവർ വന്ന് കഴിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ ഇങ്ങനെ ഊട്ടിയിൽ പോയപ്പോഴത്തേക്കും അവിടെ ഇതുപോലെ ഒരു ബേർഡ്സ് പാർക്കിൽ കയറിയപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കയ്യിലിങ്ങനെ വെച്ചപ്പോഴത്തേക്കും കയ്യിൽ ഇങ്ങനെ കൊത്തിയായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ അതിനുശേഷം എനിക്ക് കുറച്ച് പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. ആമിക്കൊക്കെ ഭയങ്കര പേടിയാണ്, ഹസ്ബൻഡിനും അത്ര താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇത്തവണ ഫീഡിങ്ങിനൊന്നും നിന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. തിരിച്ച് വരുമ്പോഴും നമുക്ക് സാനിറ്റൈസ് ചെയ്തിട്ട് തന്നെ ഇറങ്ങാം കേട്ടോ. കാരണം ഈ ബേർഡ്സിൻ്റെ ഈ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് അഴുക്കൊക്കെ അല്ലേ ഇതിനകത്ത് ഫുള്ളായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഈ ഒരു ചങ്ങല പോലത്തെ സെറ്റപ്പിലാണ് ഈ വാതിലുകളുടെ ഇതിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ബേർഡ്സ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അത് പുറത്തേക്ക് പോകാതിരിക്കാനുള്ളൊരു രീതിക്കാണ് ചെയ്തേക്കുന്നത്. ഫുള്ളായിട്ട് നെറ്റാണ് അടിച്ചിട്ടേക്കുന്നത് കേട്ടോ. നെറ്റിൻ്റെ ഒരു സെറ്റപ്പാണ്. പിന്നെ മരങ്ങൾ ഇങ്ങനെ ഉണങ്ങിയ മരച്ചില്ലകൾ വെച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ. എല്ലാം കൊണ്ടും നമുക്ക് കാണാനായിട്ട് ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. പിന്നെ നമുക്ക് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഭയങ്കര രസമുള്ള ഫോട്ടോസൊക്കെ കിട്ടും കേട്ടോ. ബേർഡ്സ് പാർക്കിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് ഗ്ലാസ് ഹൗസ് ആണ്. ഗ്ലാസ് ഹൗസ് എന്ന് പറയും. അപ്പോൾ ഇവിടെയും വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ നേരെ ഇവിടെ QR കോഡ് വെച്ചേക്കുന്നുണ്ടോ, അതുവഴി വാട്സാപ്പ് വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഡയറക്റ്റായിട്ട് പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ QR കോഡ് സ്കാനറൊക്കെ നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം, എന്നാലാണ് പേയ്മെൻറ്റ് ചെയ്യാൻ കുറച്ചൊന്ന് ഈസി ആയിരിക്കുള്ളൂ. ഇത് ഗ്ലാസ് ഹൗസ് ആണ്. ഇത് ഗ്ലാസ്സിൽ ചെയ്തേക്കുന്ന ഒരു കെട്ടിടമാണ് കേട്ടോ. ഇതിനകത്ത് ഫുൾ ചെടികളാണ് വെച്ചേക്കുന്നത്. കുറേ അധികം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ആന്തൂറിയം, പിന്നെ ബാൾസൈ, അങ്ങനെ കുറേ അധികം ചെടികളുണ്ട്.
ഇൻഡോർ പ്ലാന്റ്സ് ആണ് കൂടുതലും. പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നിലും തന്നെ ടച്ച് ചെയ്യാനായിട്ട് പാടില്ല എന്ന്. പിന്നെ നമുക്ക് നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാനായിട്ട് പറ്റും. പിന്നെ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഭയങ്കര രസമാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനുള്ളിൽ ഈ ചെടികൾ നിൽക്കുന്നത് AC ഇട്ടിട്ടുണ്ടെന്ന് കേട്ടോ. നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ടാണ് ഈ ചെടികൾ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് സൺലൈറ്റും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, ആവശ്യത്തിന് സൺലൈറ്റും കിട്ടും, കാരണം ഗ്ലാസ് ആയ കാരണം കൊണ്ട്. അപ്പോൾ ചെടികൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാനായിട്ട് അടിപൊളിയാണ്. പിന്നെ ഇത് കണ്ടോ, എനിക്ക് കുറച്ച് കൗതുകമായിട്ട് തോന്നിയത് ഈ ഒരു ഗ്ലാസ് ബൗളിനകത്ത് വെച്ചേക്കുന്നതാണ്. അങ്ങനെ ഞാൻ അടുത്തോട്ട് പോയി നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് അത് ഫുള്ള് ആർട്ടിഫിഷ്യൽ ചെടികളായിരുന്നു കേട്ടോ. അത് ജീവനുള്ള പ്ലാന്റ്സ് അല്ല. പിന്നെ നമുക്ക് നേരെ മേലത്തെ നിലയിലേക്ക് പോകാം. ഇതുപോലെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ മേലേക്ക് പോകുമ്പോഴത്തേക്കും മേലെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്കും കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ. നല്ല രീതിയിലാണ് അവർ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മേലത്തെ പോർഷനിൽ വന്നേക്കുന്നത് കൂടുതലും കാക്ടസ് ആണ്. കാക്ടസിൻ്റെ വിവിധ തരത്തിലുള്ള സ്നേക്ക് പ്ലാന്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കുറേ അധികം വെറൈറ്റി ആയിട്ടുള്ള കാക്ടസുകൾ കണ്ടായിരുന്നു. കാക്ടസ് ഒക്കെ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം മരുഭൂമിയിൽ വളരുന്ന ചെടികളില്ലേ, അതാണ് ഈ കാക്ടസ് എന്ന് പറയുന്നത്. അറിയാമല്ലോ, കള്ളിമുൾ ചെടികളാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ വെറൈറ്റി കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ എന്നെ അതിശയിപ്പിച്ചത്. ചെന്നൈയിലെ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ചെടികൾ വളരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ചെടി പോലും വാടാതെ നല്ല രീതിയിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഓരോന്നും ഓരോ പോട്ടിലാക്കി വെച്ചേക്കുന്നത് കാണാനും അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെ ആയിരുന്നു കേട്ടോ. കുറച്ച് മുന്നിലേക്ക് പോയപ്പോഴത്തേക്കും പൈനാപ്പിൾ ഉണ്ടല്ലോ, പൈനാപ്പിളിൻ്റെ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നേ. അതായത് ചെറിയ പൈനാപ്പിൾ ചെടിയാണ്, പക്ഷേ അതിനകത്തൊരു കായ് വന്നിട്ടുണ്ട്. കുഞ്ഞാണ് കേട്ടോ, കുഞ്ഞതാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. തൊടാനോ ഒന്നിനും പാടില്ല കേട്ടോ, അടുത്തൊന്നും പോകാനായിട്ട് പാടില്ല. ദൂരെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ഓരോ ചെടികളും കണ്ടു. അപ്പോൾ ചെടിപ്രേമികളാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെന്നൈയിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വന്ന് കാണാൻ. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു 1 ടൈം എക്സ്പീരിയൻസിന് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് വീണ്ടും വീണ്ടും പോകാനൊന്നും തോന്നത്തില്ല. പിന്നെ നമ്മൾ നേരത്തെ ആമിയെ ഈ ഒരു ട്രീ ഹൗസിൽ കയറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഗ്രീൻ ഹൗസിൽ നിന്ന് ഗ്ലാസ് ഹൗസിൽ നിന്നെല്ലാം കണ്ടിട്ട് പുറത്തേക്ക് വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത സമയത്ത് ആമിയെ മേലേക്ക് കയറ്റി ഇട്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് കേട്ടോ. അങ്ങനെ അവൾ അവിടേക്ക് ഒന്ന് കയറി ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ നേരെ വന്നപ്പോഴത്തേക്കും മ്യൂസിക്കൽ ഫൗണ്ടെയിനാണ് കണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ ഒരു ഫൗണ്ടെയിൻ പോലെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. നല്ല രസമാണ് കാണാനൊക്കെ. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇവിടുത്തെ ഒരു വൈബ് അറിയാൻ പറ്റിയത്. അടിപൊളിയാണ്. ഫുൾ ലൈറ്റിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. 6 മണി വരെയാണ് ഇവിടുത്തെ സമയം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ആരെയും കടത്തി വിടത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ട് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചും കൊണ്ട് ഇതുവഴിയൊക്കെ ഒന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഞങ്ങളും എടുത്തായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ട്രീ ഹൗസിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കാലിൽ ഇതുപോലെ രക്തയോട്ടമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പെബിൾസ് വെച്ചിട്ട് നടക്കത്തില്ല, ആ ഒരു സംഭവം. അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്നതിന് ശേഷം നേരെ ഞങ്ങൾ നേരെ ഇവിടെ വന്ന് ഇരുന്നു കേട്ടോ. അപ്പോൾ ആമിയാണ് ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് തന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് 3 മണിക്കൂർ കൊണ്ട് ഇവിടെ കണ്ടു തീർക്കാനായിട്ട് ഉള്ള സംഭവം മാത്രമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൺലൈൻ പേയ്മെൻറ്റിനുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ടായിരിക്കണം. ക്യാഷ് ഇവിടെ എടുക്കത്തില്ല. പുറത്തുനിന്നുള്ള ഫുഡും അലൗഡ് അല്ല കേട്ടോ. ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഭക്ഷണം വാങ്ങി കഴിക്കേണ്ടി വരും. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഇങ്ങനെ റെസ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 6 മണിയോടുകൂടി തന്നെ വെളിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ലൈറ്റൊക്കെ ഇട്ടായിരുന്നു. ലൈറ്റ് ഇട്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ ഒരു സ്ഥലത്തിൻ്റെ വൈബ് തന്നെ മാറിയായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു കാണാൻ. നമ്മൾ ഇത്രയും നേരം പകൽ വെളിച്ചത്തിൽ കണ്ടൊരു ഇതുപോലെ അല്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ട്രിവാൻഡ്രത്തിൽ നമ്മുടെ മ്യൂസിയത്ത് ഇതുപോലെ ഓണത്തിനൊക്കെ ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഇടത്തില്ലേ, അത് ഓർമ്മ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ കാണാനൊക്കെ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഇതുപോലെ കുറേ തവളക്കുട്ടന്മാരെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു. ദേ കണ്ടില്ലേ നമ്മുടെ ഈ ഒരു ട്രീ ഹൗസ് കണ്ടോ, ഫുൾ ലൈറ്റിൻ്റെ സെറ്റപ്പിൽ കാണാനായിട്ട് അടിപൊളിയായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ വരുന്ന വഴിയിൽ തന്നെ ആ ഒരു ഫൗണ്ടെയിൻ്റെ അവിടെ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെയും ലൈറ്റിൻ്റെ സെറ്റപ്പ് വന്നപ്പോൾ അടിപൊളിയാണ്. ആ വെള്ളം വീഴുന്ന ഭാഗത്ത് ലൈറ്റ് വെച്ചേക്കുന്നുണ്ട്. നമ്മുടെ ഒരു വാമായിട്ടുള്ളൊരു ലൈറ്റുണ്ട്, ഗോൾഡൻ കളറുള്ള ലൈറ്റ് ഉണ്ടല്ലോ, അതാണ് വെച്ചേക്കുന്നത്. ആ വെള്ളത്തിൻ്റെ ഇതും ആ ഗോൾഡ് കളറിൻ്റെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും കൂടി ആയപ്പോഴത്തേക്കും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സ്ഥലത്ത് ഇതുവരെയും വരാത്തവരാണെങ്കിൽ ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കൂ. 3 പേരടങ്ങുന്നൊരു ഫാമിലിക്ക് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്. നിങ്ങൾ വരുമ്പോഴത്തേക്കും ഓൺലൈൻ പേയ്മെൻറ്റിനുള്ള എല്ലാ സൗകര്യങ്ങളും ആയിട്ട് തന്നെ വരിക. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ പാർക്കിംഗ് ചെയ്യാനായിട്ട് സ്ഥലമില്ല കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് ചെയ്യേണ്ടത് നമ്മൾ സെമ്മഴി പൂങ്ക, നേരെ ഓപ്പോസിറ്റാണ് സെമ്മഴി പൂങ്ക ഇരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ വണ്ടികൾ പാർക്ക് ചെയ്യേണ്ടത്. ആ ഒരു സംഭവം മാത്രമാണ് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. കാരണം നമ്മൾ സെമ്മഴി പൂങ്കയിൽ പോയി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നടന്ന് ക്രോസ് ചെയ്താണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരേണ്ടത് കേട്ടോ. അതൊരു കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇവിടെ അതിനുള്ള സ്പേസ് ഇല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ തറക്കല്ല് ഇട്ടതിൻ്റെ ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡേറ്റും കാര്യങ്ങളും ഒക്കെ ആ ഒരു പാറക്കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇത് ഉദ്ഘാടനം ചെയ്തതൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.